5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ട്രംപ് അവിടെ ഇരുന്ന് കാട്ടിക്കൂട്ടുന്ന വേലകളൊക്കെ ഭയങ്കര പണിയാണ്. നമ്മുടെ നാട്ടിലെ മണിയനാശാൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുതരം ആരും അറിയാത്ത രീതിയിൽ കാണിക്കുന്ന ചില നമ്പറുകളുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി മൻസൂറിന് അവിടെ ഒരു വിരുന്ന് കൊടുക്കുന്നു. എവിടെ? വൈറ്റ് ഹൗസിൽ, വാഷിങ്ടണിൽ, അമേരിക്കയിൽ. അങ്ങനെ മൻസൂറിനെ കൊടുക്കാൻ വിളിക്കുന്നതിനിടയിൽ കാനഡയിൽ G7 രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനം വെട്ടിച്ചുരുക്കി ട്രംപ് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ മോഡിയോട് പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് വന്നിട്ട് പോകണമെന്ന് പറഞ്ഞു. മോഡി ആളും എടുക്കണല്ലേ, ഇതെല്ലാം ഒരുപാട് കണ്ടതല്ലേ. കാര്യം മോഡിയുടെ വിസ, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മോഡിക്ക് വിസ നിഷേധിച്ചതാണ് അമേരിക്ക. അന്നേ മോഡി അമേരിക്കയെ ഒരു കണ്ണ് നോക്കി വച്ചിരിക്കുന്നത് നമ്മുടെ നരേന്ദ്ര ദാമോദർ മോഡിയാണല്ലോ. അതേ നോക്കി വച്ചിട്ടുണ്ട്. നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞ് നരേന്ദ്ര സറണ്ടർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വെടി നിർത്തിയതൊന്നുമല്ല. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ വേറെ തലത്തിൽ സ്ട്രാറ്റജികളൊക്കെ കൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ വന്നപ്പോൾ, ഞാൻ കഥ വഴി മാറിപ്പോകുന്നില്ല, ഇങ്ങനെ വന്നപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? അവിടെ മൻസൂർ അലിയെ നിർത്തിക്കൊണ്ട് തന്നെ, നമ്മുടെ പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി, സേനാനായകനെ നിർത്തിക്കൊണ്ട് തന്നെ മോഡിയെ കൂടെ അവിടെ വിളിക്കാൻ തീരുമാനിച്ചു. മോഡി ഇത് അറിയുന്നുണ്ട്, മോഡി ഇതെല്ലാം തിരക്കിട്ടാണല്ലോ. പക്ഷേ മോഡി അറിയാത്ത കണക്ക് നിന്നു. മോഡി പറഞ്ഞു, എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ സമയമില്ല, എനിക്ക് ഇന്ത്യയിൽ തിരക്കിട്ട പണിയുണ്ട്, ഞാൻ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നു ഒക്കെ പറഞ്ഞ് മോഡി ചാടി. മോഡി അങ്ങനെ ചാടാതിരുന്നെങ്കിൽ ഇന്ത്യ നാണം കെട്ടേനെ. അല്ലെങ്കിലേ ഇപ്പോൾ ദേശാഭിമാനിയൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താണ് പത്രം, കൈരളിയും മറ്റെല്ലാവരും പറയുന്നുണ്ട്, ഇന്ത്യയുടെ നയതന്ത്രം പാളി. കാര്യം ഇന്ത്യ അമേരിക്കയുമായി നയതന്ത്രത്തിൽ പോയി നല്ല രൂപത്തിൽ പോയപ്പോഴാണ് അമേരിക്കയിൽ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് നയതന്ത്ര പ്രതിനിധികളെയും അതുപോലെ തന്നെ MP-മാരെയും ശശി തരൂരിനെയൊക്കെ അയച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റിനോടൊക്കെ ഇരുന്ന് അത്താഴവും ഉണ്ട്, അല്ലെങ്കിൽ ഉച്ചയൂണൊക്കെ നടത്തി, പ്രഭാത ഭക്ഷണമൊക്കെ നടത്തി, വലിയ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി മനോഹരമാണെന്നൊക്കെ, മധുര മനോഹര മനോജ്ഞ സുന്ദരമാണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങ് വന്ന ചൂടാറുന്നുമ്പേ, കഴിച്ച ഭക്ഷണം ദഹിക്കുന്നുമ്പേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വേല കാണിച്ചു, ചതി കാണിച്ചു. പാകിസ്ഥാൻ പ്രതിരോധ സേനാനായകനെ വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം പാളിയില്ലേ? എൻ്റെ ചോദ്യമല്ല, ദേശാഭിമാനി ചോദിക്കുന്നതാണ്, കൈരളി ചോദിക്കുന്നതാണ്. ഇടതുപക്ഷ വാളുകളിൽ വരുന്ന ചോദ്യമാണ്. ന്യായമല്ലേ ചോദ്യം? അന്യായ ചോദ്യമല്ലല്ലോ. അപ്പോൾ എന്താണ് ട്രംപിൻ്റെ പരിപാടി? ട്രംപ് ഇതാണ്, പാകിസ്ഥാനും ഇന്ത്യയും കൂടി ഭീകരവാദത്തിൻ്റെ പേരിൽ തർക്കം നടക്കുന്നു. കാശ്മീരിൽ 26 ആളുകളെ ഭീകരവാദികൾ വന്ന് കൊല്ലുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. സിന്ധു നദിയിലെ ജലം തടഞ്ഞു വെക്കുന്നു. വാഗ അതിർത്തിയിൽ അടച്ചിടുന്നു. കൊമേഴ്സ്യൽ ബന്ധങ്ങൾ, പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധങ്ങൾ നമ്മൾ അടച്ചിടുന്നു. വ്യോമപാത അടയ്ക്കുന്നു പാകിസ്ഥാൻ. വലിയ സംഘർഷം നടക്കുന്നു. പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും കറാച്ചിയിലുമൊക്കെ ഇസ്ലാമാബാദിലുമൊക്കെ നമ്മൾ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളിലും ഭീകരവാദങ്ങളുടെ താവളങ്ങളിലും നമ്മൾ ബോംബിടുന്നു. അവർ 100ഓളം ഡ്രോണുകൾ നമുക്ക് അയക്കുന്നു. നമ്മൾ ആ ഡ്രോണുകളെയെല്ലാം ഇസ്രായേലിൽ നിന്ന്, റഷ്യയിൽ നിന്ന് വാങ്ങിച്ചതും ഇന്ത്യയിൽ നിർമ്മിച്ചതുമായ ഡ്രോണുകളെ നിർവീര്യമാക്കുന്ന യുദ്ധോപകരണങ്ങൾ കൊണ്ട് നമ്മൾ നിർവീര്യമാക്കുന്നു. നമുക്ക് നാമമാത്രമായ ആളുകൾ മാത്രമേ മരിക്കുന്നുള്ളൂ. അവർ സുവർണ്ണ ക്ഷേത്രത്തെ ലക്ഷ്യമിടുന്നു പഞ്ചാബിലെ, നമ്മളത് രക്ഷിച്ചെടുക്കുന്നു. ഇങ്ങനെയൊക്കെ നടത്തി നമ്മൾ തല്ലും വഴക്കും ബഹളവും. ചൈന അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, തുർക്കി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ട്രംപളിയൻ കയറി ഒരു അടിയടിച്ചു. ഞാനാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഈ ചർച്ച തീർപ്പാക്കിയത്. ഇവിടെ ഒരു ചർച്ചയും നടന്നില്ല. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയും പാകിസ്ഥാൻ സേനാനായകരുമൊക്കെ ട്രംപിനെ വിളിച്ചു, ട്രംപ് മോഡിയെ വിളിച്ചു. അങ്ങനെ ഒരുപാട് സംഭാഷണങ്ങളൊക്കെ നടന്നു, അല്ലാതെ മീഡിയേഷനൊന്നും നടന്നില്ല. പക്ഷേ ഒരു മീഡിയേഷനും നടക്കാതെ, ഒരു മീഡിയേറ്ററും ഇല്ലാതെയാണ് ഇന്ത്യ നിർത്തിയത്. കാര്യം ഇന്ത്യ അത്രേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇന്ത്യക്ക് അങ്ങനെ പാകിസ്ഥാൻ ആക്രമിച്ചില്ലായ്മയെന്നൊരു ആഗ്രഹം ഇല്ലായിരുന്നു. എങ്കിൽ പിന്നെ ആണവായുധമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ മുട്ടിന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എന്തേ ആണവായുധം കയ്യിലുള്ള ഇന്ത്യ എന്തേ തിരിച്ചടിക്കാത്ത? പൊക്രാൻ ആണവായുധം പ്രയോഗിച്ചവരല്ലേ ഇന്ത്യ. പൊക്രാനിൽ A.V. വാജ്പേയി ഉണ്ടായിരുന്നപ്പോൾ, പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ. നമുക്കപ്പോൾ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളങ്ങനെ അടിക്കുന്നവരല്ല. നമ്മൾ കുറച്ചുകൂടി സമാധാനം, ചേരിചേരാ രാഷ്ട്രമായി നിൽക്കുന്ന, നെഹ്റുവിൻ്റെ കാലം മുതൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റുള്ള ചേരിചേരാ രാഷ്ട്രമാണ് നമ്മൾ. അതുകൊണ്ടാണല്ലോ ഇസ്രായേലും ഇറാനും തമ്മിൽ അടി നടക്കുമ്പോൾ നമ്മൾ ഇസ്രായേലിന് അനുകൂലമായി ഒരുപാട് പറയുമ്പോഴും ഇറാൻ്റെ ടെഹ്റാനിൽ പോയി ഇസ്രായേൽ ബോംബ് വർഷിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അത് തെമ്മാടിത്തരമായിപ്പോയി എന്ന് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞില്ലേ? ഇപ്പോൾ തന്നെ അവിടുത്തെ ഉള്ള അർമേനിയൻ കുട്ടികളെ 110 വരുന്ന വിദ്യാർത്ഥികളെ, ഉമർ യൂണിവേഴ്സിറ്റി പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെ അർമേനിയയിൽ കൊണ്ടുപോയി, അർമേനിയയുടെ ബോർഡറിൽ നിന്ന് അവരെ ദോഹയിൽ കൊണ്ടുപോയി, ദോഹയിൽ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്നുള്ളൂ സുരക്ഷിതമായി. ഇനിയും 10,000-ഓളം പേരെ കൊണ്ടുവരാൻ നിൽക്കുകയല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ട്രംപിന് തെറ്റിപ്പോയി. ട്രംപ് ആശാൻ വിചാരിച്ചു നമുക്കിപ്പോൾ മോഡിയെയും പാകിസ്ഥാൻ സേനാ മേധാവിയും കൂടെ ഒന്നിച്ച് കാണിച്ച് ഒന്നുകൂടി ഇന്ത്യയെ നാണം കെടുത്തി പാകിസ്ഥാൻ്റെ കൂടെ
ഒരടി അടിക്കാം, അതിലൂടെ വല്ല ആണവ കച്ചവടമാണോ അതോ യുദ്ധോപകരണ കച്ചവടമാണോ അതോ ഇനി എന്താണെന്ന് അറിയില്ല. ട്രംപ് ആശാൻ്റെ കളി പൊളിച്ചു അടുക്കി നമ്മൾ. എന്തായാലും നല്ല രസകരമാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. വിദേശകാര്യ തലത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നയതന്ത്ര കാര്യങ്ങളിൽ മോഡി എന്താണ് പറയുന്നതെന്ന് മോഡിക്ക് ഇതിന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അദ്ദേഹം ഒരു സമയത്ത് പറയും ഇസ്രായേലിൻ്റെ കൂടെയാണെന്ന് പറയും, കുറച്ച് കഴിയുമ്പം പറയും ഇറാൻ്റെ കൂടെയാണെന്ന് പറയും, ഇടയ്ക്ക് പറയും ഖമേനിയെ കൊന്നുകളയുമെന്ന് പറയും, അയത്തുള്ള ഖമേനിയെ തട്ടിക്കളയുമെന്ന് പറയും, സദ്ദാം ഹുസൈൻ്റെ അവസ്ഥ വരുമെന്ന് പറയും. ഇങ്ങനെ വലിയ രൂപത്തിലാണ് ലോകത്ത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അമേരിക്ക. ആ രാജ്യത്ത് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ $10 കോടി തടഞ്ഞു വെച്ചു. അവിടെ വിദ്യാർത്ഥികളെ കയറ്റുന്നില്ല. അവിടെ പഠിക്കാൻ പോയ ആളുകളുടെ വിസ ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ലേബർ വിസ, പിന്നെ എന്താണ് നമ്മുടെ സ്റ്റുഡൻസ് വിസയിൽ പോയാൽ അത് ലേബർ വിസയാക്കാൻ പറ്റത്തില്ല, എംപ്ലോയ്മെൻറ്റ് വിസയാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ട്രംപ് പോകുന്നത്. അതിനിടയിലാണ് ആശാൻ ഈ നമ്മളെ ഇന്ത്യയും പാകിസ്ഥാനെയും കൂടി വലിച്ചഴച്ച് ഈ ഒരിടത്തെ സേനാനായകനെയും ഒരു പ്രധാനമന്ത്രിയെയും. ഇനി വേറെ തമാശ എന്താണ്, പിന്നെ ഒരിക്കലും പ്രധാനമന്ത്രിമാർ പോയാൽ മാത്രമാണ് പ്രധാനമന്ത്രിയായിട്ട് പ്രസിഡന്റിനോട് സംസാരിക്കാൻ പറ്റുക. സേനാനായകന് ഉപപ്രധാനമന്ത്രിക്ക് പോലും പോയി സംസാരിക്കാൻ പറ്റത്തില്ല. രാജ്യത്ത് ഉപപ്രധാനമന്ത്രി പോയാൽ പോലും സംസാരിക്കാൻ പറ്റില്ല. നേരത്തെ വാജ്പേയി പോയിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അമേരിക്ക സമ്മതിക്കത്തില്ല. കാര്യം അതിന് പ്രോട്ടോക്കോൾ ഉണ്ടെന്നേ. ഒരുപാട് പ്രോട്ടോക്കോളും മുൻകൂട്ടി നിശ്ചയിക്കുന്ന പരിപാടികളും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കാണുമെങ്കിൽ വലിയ ചടങ്ങാണ്. ഈ ഒരു ചടങ്ങുമില്ലാതെ കാനഡയിൽ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ, ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വാ മോഡി നമുക്ക് നേരെ പോവാം, നമുക്ക് വാഷിങ്ടണിൽ പോയി വൈറ്റ് ഹൗസിൽ പോയിരുന്ന കുറച്ച് തമാശ പറയാമെന്ന്. അപ്പോൾ മോഡി നോക്കിയപ്പോൾ ലാപ്ടോപ്പിൽ അടിച്ച് നോക്കിയപ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ ടാബിൽ അടിച്ച് നോക്കിയപ്പോഴാണ് മറ്റവൻ പാകിസ്ഥാനിലെ സേനാനായകൻ അവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മോഡി പറഞ്ഞു എനിക്ക് അല്പ തിരക്കുണ്ട്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് മോഡി മുങ്ങിക്കളഞ്ഞു. അങ്ങനെ മുങ്ങാതിരുന്നെങ്കിൽ ഇന്ത്യയുടെ മുഖം ഒന്നുകൂടി നാണം കെടുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അവസരം ഉണ്ടായില്ല. എന്തായാലും ട്രംപിനെയും കൂടി പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു 1.5 പണി മോഡിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം 3ാം തവണയും പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത്.